നോക്കൂ, സംഷാദ് മരക്കാർ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി വേണം. രണ്ടുപേരും പറഞ്ഞ ഇതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് അവിടെ ആനി രാജയോട് കൊമ്പ് കോർക്കാനല്ല പോകേണ്ടിയിരുന്നത്. ഒന്നുകിൽ വാരണാസിയിൽ, വേണ്ട ഉത്തരേന്ത്യയിൽ, അതും വേണ്ട കർണാടകയിൽ നിങ്ങൾക്ക് മത്സരിക്കാമായിരുന്നില്ലേ, രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാമായിരുന്നില്ലേ എന്നതാണ്. രാഷ്ട്രീയ പാപ്പരത്വമാണോ ഇത്? ഒന്ന് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയുമാണ്, CPM അല്ല. AKG സെന്ററിൽ നിന്ന് വെള്ളക്കടലാസിൽ തരുന്ന സ്ഥലത്ത് മത്സരിക്കാനിരിക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ അഭിപ്രായം. രണ്ട്, BJPയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ CPMന്റെ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കുന്നു. CPM നേരിട്ട് ഈ 543 പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയാണ് BJPക്കെതിരെ നേരിട്ട് മത്സരിക്കുന്നത്? പറയാം. അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് അവിടെയൊക്കെ മത്സരിക്കുന്നതും BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതും കോൺഗ്രസ് ആണല്ലോ. പക്ഷേ നോക്കൂ, ഇപ്പൊ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ ഈ രക്ഷിച്ചെടുത്തത്? ടിപ്പു സുൽത്താൻ രക്ഷിച്ചെടുക്കുന്നത് പോലെ ഈ പടനായകൻ മുൻപിൽ നിന്ന് നയിക്കണ്ടേ? ബാലറ്റ് വന്ന് സുരക്ഷിതമായ കേന്ദ്രത്തിലാകണോ വരേണ്ടത്? ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അദ്ദേഹം നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതും BJPക്കെതിരെ പോരാടുകയും ചെയ്യുന്നത്. ഈ മണ്ഡലത്തിൽ CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും BJPക്കെതിരെ പ്രസംഗിക്കാനും പ്രചരണം നടത്താനും പോകുന്നവരാണ് രാഹുൽ ഗാന്ധിയാണ്, അല്ലേ? അത് മത്സരിക്കുന്ന സീറ്റും തമ്മിൽ നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുക. നിങ്ങൾ ആ മാളത്തിൽ വന്ന് ഒളിച്ചിരുന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എത്ര പ്രസംഗം നടത്തിയാലും ആളുകൾ വിശ്വസിക്കും. ഒരു പാർലമെന്റ് ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യയിൽ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെയും ഉത്തംഗ ശൃംഖത്തിൽ സൂചനയാണ് സാർ. അജയ് നിർത്തിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷനാണ്. പക്ഷെ അമേഠിയിൽ വരുന്നു. അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? മത്സരിക്കുമായിരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചാൽ ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചു. നോക്കൂ, അമേഠിയിൽ പരാജയപ്പെട്ടു. അമേഠിയിൽ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അമേഠിയിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല, ഉത്തരേന്ത്യയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയാലോ, അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഇനി മത്സരിക്കുന്നില്ല എന്ന് കരുത്, ഒരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നുള്ളൂ വയനാട്. ഇതിൽ എന്ത് രാഷ്ട്രീയ CPMകാർക്ക് എന്തും പറയും? ഇത്ര ഭീരുവായ സ്ഥാനാർത്ഥി നയിക്കുന്ന ഒരു ഇന്ത്യ മുന്നണിയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് CPIക്ക് പോയിക്കൂടെ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കണ്ടെന്നേ. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണല്ലോ CPMന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക, അതിൽ തർക്കമില്ലല്ലോ. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പടവും വേണ്ട, അദ്ദേഹത്തിന്റെ പടവും വേണ്ട, വോട്ടും വേണ്ട, ഞങ്ങൾ സ്വന്തം ജയിച്ചോളാം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് CPM CPIയും പോകാത്തത്? രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ 5 MLA-മാരുള്ള പാർലമെന്റ് മണ്ഡലമാണ് സിക്കർ. ദേശീയ തലത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഇന്ത്യ മുന്നണിയിലെ CPIയുമായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു, ഏറ്റവും കൂടുതൽ സീറ്റ് വിട്ടുകൊടുത്ത പാർട്ടി ഏതാ? കോൺഗ്രസ് ആണ്, അല്ലേ? അതെന്തിനാ വിട്ടുകൊടുത്തത്? ഇന്ത്യ മുന്നണിക്ക് വേണ്ടി. ഇന്ത്യ മുന്നണിയുടെ അർത്ഥം BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടമോ BJPക്കെതിരെയുള്ള പോരാട്ടമോ ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല.